നമസ്കാരം. അധ്യാത്മരാമായണം 17-ാം ദിവസം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. സത്രപം വിസ്ത്രനായ സുഗ്രീവനും സത്വരമുദ്ധാനവും ചെയ്തു വന്നിച്ചു. മത്തനായി വിഹ്വലദേശണനാം കപിസത്തമനെ കണ്ടു. കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോടു ചൊല്ലിനാൽ, നീരകൂസത്തമൻ തന്നെ മറന്നതിങ്ങനെ. പൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യ പുത്രൻ കരസ്ഥിതമെന്നു മറിക നീ. അഗ്രജമാർഗം ഗമിക്കയിലാഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. ഇത്തമരുൾ ചെയ്വതിനെന്തു കാരണം, ഭക്തനേറ്റം പുരുഷോത്തമെങ്കിൽ കപിസത്തമന്നോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കപീശ്വരൻ. രാമകാര്യാർത്ഥമുണർത്തിരിന്നതു താമസമെന്നിയേ വാനര പുങ്കവൻ. വിസ്മൃതനായിരും നീടുകയില്ലേതും വിസ്മയം മാറു കണ്ടിലയോ ഭവാൻ. വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിൻ ആഗതന്മാരായ വാനരവീരരെ. ശ്രീരാമകാര്യമശേഷേണ സാധിക്കും മാമയമെന്നിയേ വാനര നായകൻ. മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരേ. സുഗ്രീവനർഘ്യ പദ്യാദേന പൂജ ചെയ്തഗ്രഭാഗെ വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹമാഹന്ത രാഘവകാരുണ്യലേശേന രക്ഷിതനദ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാർദ്ധമാം കണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ഫലാൽ. സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും തന്നിയോഗത്തെ വഹിക്കുന്നു. അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പൊഴിഞ്ഞവനോടു ചൊല്ലിടിനാൻ. ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ. നിങ്കൽ പ്രണയമതി ഉണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനെടോ. വൈകാതെ പോകവനത്തിനും നാമിനി രാഘവൻ താനേ വസിക്കുന്നതുമിടോ. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി വേരിമൃദംഗ ശംഖാദിനാദത്തോടും. അഞ്ജനാപുത്രനീലാംഗഗതൈരലമഞ്ജസാ വാനരസേനയോടും തഥാ ചാമരശ്വേതാദപത്രവ്യഞ്ജനാം സാമരസൈന്യനാഗണ്ഡലനെപ്പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിനെന്നാമോദമോടു നടന്നു കപീവരൻ. ഗഹ്വരദ്വാരി ശിലാതലേ വാഴുന്ന വിഹ്വലമാനസം ചീരാജിനതരം ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാലവിലോലവിലോചനം. ശാന്തം മൃദുസ്മിത ചാരുമൂകാംബുജം കാന്താവിരഹ സന്തപ്തം മനോഹരം. കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ധാന്തം മുതാ കണ്ടു ദൂരാൽ കപീവരൻ. തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടിനാൻ വീരനായോരു സൗമിത്രിയോടും. തഥാ ശ്രീരാമപാദാരവിന്ദാന്തികെ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനരവീരരെ കാരുണ്യമോടു ഗാഠം പുണർന്നിടിനാൻ. സൗഖ്യമല്ലി ഭവാനേ നുര ചെയ്തടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആദിത്യമായുള്ള പൂജയും ചെയ്തുള
ആദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം. ഭക്തി പരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചത നേരം വന്നു നിൽക്കുന്ന കപികുലേ തനി കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണമാധരാൽ. തൃക്കോൽക്കൽ വേല ചെയ്തിടുവൻ തക്കോരു മർക്കടവീരരിക്കാണായതൊക്കവേ നാനാകുലചര സംഭവന്മാരിവർ നാനാ സരിദ്വീപ ശൈലി നിവാസികൾ. പർവ്വത തുല്യ ശരീരകളേവരും മൂർവിപതേ കാമരൂപികളെത്രയും ഗർഭം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കുമീ വരി. കേജിൽ ഗജബലന്മാരിതിലുണ്ടു താൻ കേജിൽ ദശഗജ ശക്തിയുള്ളോരുണ്ടു കേജിതമിത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്രസവന്മാരെന്നറിഞ്ഞാലും. കേജിൻ മഹേന്ദ്ര നീലോപലരൂപികൾ കേജിൽ കനക സമാന ശരീരികൾ കേജന രക്താന്തനേത്രം ധരിച്ചവർ ശുദ്ധസ്ഫടിക സങ്കാശ ശരീരികൾ. യുദ്ധവൈദഗ്ധ്യമീവോളമില്ലാർക്കും നിങ്കഴൽ പങ്കജത്തിങ്കലുറപ്പിച്ചവർ സംഖ്യയില്ലാതോളമിണ്ടോ കപീബലം മൂലഫലദല പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവജാജ്ഞാകാരികളെന്നു നിർണയം. ദേവദേവേശ രഘുകുല പങ്കവ രഷകുലാധിപന്മാരായ ജാമ്പവാൻ പുഷ്കര സംഭവ പുത്രനിവനല്ലോ കോടിബല്ലുക വൃന്ദാധിപത്തി മഹാപ്രൗഢമതി ഹനുമാനവനെന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനിശാംശ സംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാരതി പൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരുതി താതൻ മഹാബലി വീരൻ പ്രമാതി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ധതിമുഖൻ ദുർമുഖൻ ശ്വേതൻ ബലിമുഖനും ഗന്ധമാതരൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താനത നയമാകാതിങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനത വല്ലോളമുണ്ടല്ലോ വേണുന്നതെന്തിനിവടോടുല ചെയ്തു സുഗ്രീവവാക്യാമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു. സന്തോഷപൂർണേശ്രുനേത്രാംബുജത്തോടും അന്തർഗമരുൾ ചെയ്തിതു സാദരം മൽക്കാര ഗൗരവം നിങ്കലും നിർണയമുൾക്കാമ്പിലോർത്ത് കർത്തവ്യം കരുഷ്വനീ. ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരനയച്ചിതു നാലു ദിക്കിലെങ്കിലും 100,000 കപിവീരന്മാർ പോകണമോരോ ദിശിപടനായകന്മാരോടും. പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിനുത്തമന്മാർ പലരും പോയി വിരത്തേണം. അങ്കദൻ ജാമ്പവാൻ മൈന്ദൻ വിവീതനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും ബാധാത്മജൻ ശ്രീഹനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടിണം. അത്ഭുത ഗാത്രിയെ നീളെ തിരഞ്ഞങ്ങു 30 നാളികകത്തു വന്നിടണം. ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണമേണാംഗശേഖരൻ തന്നാണെ നിർണയം. 4 കൂട്ടത്തോരുമിത്തം നിയോഗിച്ചു കാലമേ പോയാലും എന്നയച്ചീടിനാൻ. രാഘവൻ തന്നെ തൊഴുതൂതരിക നീ ഭാഗവതമന്നരുവിന്നീടിനാൻ. ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്ത്യാ തൊഴുതിതു വായുതനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാൽ അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു. മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടുതി സഖേ. രാമനാമാങ്കാമാലുങ്കനയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി
എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ, എന്നിയെ മറ്റാരുമില്ലെനിക്കു നിർണയം. പിന്നെ അടവാൾ വാക്കുകൾ ചെയ്തു മന്നവൻ പോയാലുമെന്നയച്ചിടിനാൻ. ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കരപത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കിക്ക കവി സഞ്ചയം. ലക്ഷവം വൃത്രാരിപുത്ര തനയനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാവധികളുമായി ദ്രുതം നാനാ നഗര ഗ്രാമദേശങ്ങൾ കാനന രാജപുരങ്ങളിലും തഥാ തത്രൈവ തിരഞ്ഞിത് സത്വരം നീളെ നടക്കും ദശാന്തരെ. ഗന്ധവാഹാത്മജാനദികളൊക്കവേ വിന്ധ്യാചലാടവി പോക്കു തിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നുന്നതി ക്രൂരനായോരു നിശാചര വീരനെ കണ്ടു വേഗത്തോടു താരിഷു ദശകണ്ഠനോർത്തു കവിവരന്മാരെല്ലാം. നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രവാഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ. പങ്ക്തിമുഖനല്ലവിനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗനെ പോയവർ. അന്ധകാരാരണ്യമാശു പൂക്കിയിടിനാൻ, അന്തരാദാഹവും വർദ്ധിച്ചിത്തേറ്റവും. ശുഷ്ക കണ്ടോത്താലു പ്രശദേശത്തോടും മർക്കട വീരരുണങ്ങി വരണ്ടോരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ. വല്ലി തൃണഗണച്ചന്നമയോന്നതില്ലയല്ലി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ച ഹംസാദി പക്ഷികളൂർദ്വേഷ പറന്നാരതിൽ നിന്നുടൽ പക്ഷങ്ങളിൽ നിന്നു വീണു ജലകണം. മർക്കടന്മാരും അതു കണ്ടു ചൊല്ലി കൽപ്പിച്ചാർ, നല്ല ജലമതിയിലുണ്ടെന്നു നിർണയം. എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ. മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാനിരുന്നിട്ടും നേരം അന്യോനമൊത്തു കൈയും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു പോയി ചെന്നാരതിതീവ ദൂരം. തത്ര കണ്ടിതു മുന്നിലമ്മാറതിധന്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാൺമാവ് കണ്ണിനുമേറ്റാമാനന്ദകരം പരം. വാപികളുണ്ടു മണിമയവാരിയാർ പൂർണ്ണങ്ങളായി ദീപവിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപദ്രുമതുല്യമായി. പീയൂഷ സാമ്യമദ്രോണ സംയുക്ത പേയഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള മത്സ്യങ്ങളുണ്ടു പലതരം തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി. മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോത്തമം. തത്ര ദേഹേ മണികാഞ്ചന വിഷ്ടരെ ചിത്രാകൃതി പൂണ്ട് കണ്ടോരുത്തിയെ. യോഗം ധരിച്ചു ജടാവൽക്കലവും പൂണ്ടു യോഗിനി നിശ്ചദാനാനിരതയായി. പാവകജ്വാലാ സമാപ കലർന്നതി പാവനമായ മഹാഭാഗയെ കണ്ടു. തൽക്ഷണേ സന്തോഷപൂർണേ മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൾ, നിങ്ങളാരാകുന്നതു പറയണം, ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞുവാർ എന്നതു എങ്ങനെ പോകുന്നതെന്നും പറയണം. എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതമായി ചൊല്ലിനാൻ, വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലു സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തര കോസുത്തിങ്കലയോധ്യേന്നുത്തമമായുണ്ടൊരു പൂരീഭൂതലെ. തത്രൈവ ഗവാണു ദശരഥനാം നൃപൻ പുത്രരുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണൻ സമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നു അറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ പ്രാതാവിനോടും ജനകാത്മജയായ സീതയാ പത്നിയോടും വിമനസ്ഥലെ മോദേന വാഴുന്ന കാലമൊരു ദിനം. ദൃഷ്ടനായുള്ള ദശാസനിജാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ.
രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ ആർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിൽ അന്യോന്യമായി. എന്നിന്നഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിൽ പ്രത്യുപകരമായാഞ്ഞു സീതയെ കണ്ടുവരികയെന്ന് വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണ ദിക്ക് അന്വേഷിപ്പതിനൊരു 1,00,000 കബീവരന്മാരുമുണ്ടു ഞങ്ങളും. ദാഹം പോറാഞ്ഞു ജയകാംക്ഷയായി വന്നു മോഹേന ഗഹ്വരം ഭൂകിതറിയാതെ ദൈവശാലിപ്പു വിടോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളതും അറിഞ്ഞീല നേരെ അരുൾ ചെയ്യുക വേണതും ശുഭേ. യോഗിനി ദാരിതു കേട്ടവരോട് വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വ ഫലമൂലാദി ജാലകളൊക്കവേ ഭക്ഷിച്ച മൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിന്നിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവാൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു. ചിത്തം തെളിഞ്ഞു ദേവി സമീപവും പൂക്കു ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിത പൂർവമഞ്ജസായോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജാ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിയാൽ മുഗ്ധേതു ശേഖരൻ തന്നെയതു മൂലം ദിവ്യപൂരമിതം നൽകിനാൻ ഈശ്വരൻ ദിവ്യസൻവത്സരാണാമായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിഹ പൂരാ തൽസഖി ഞാനിഹ നാംനാ സ്വയം പ്രഭാ സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപരാ ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മല ഗാത്രിയുമെന്നോട് ചൊല്ലിയിടിനാൾ. സന്തതം നീ തപസ്സും ചെയ്തരികടു ജന്തുക്കളെത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭൂവിജാതനായിടും ദശരഥപുത്രനായി ശ്രീരാമ പത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനക്കാലം ജാനകി ദേവിയെ നേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാന്തരേ. സൽക്കരിച്ചീടം അവരെ പ്രതിപൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തുപോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക. നാരായണ സ്വാമി തന്നെ രഘൂത്തമൻ ഭക്ത്യാപരെ സ്തുതിച്ചാൽ തരും തവ മുക്തിപദം യോഗീഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവാൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ സത്വരം പൂർവസ്ഥിടാടവി പൂക്കിതു ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയിലൂടെ നടന്നു തുടങ്ങിനാർ. യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗശേ സന്നിധി പൂക്കാളനിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം ഭക്ത്യാ സഗദ്ഗദം രോമാഞ്ച സംയുതം നത്വാ മുഹൂർപ്പസുക്താ ബഹുവിധം ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമദയാനിതേ. കാൺമതിനായി കൊണ്ടുവന്ന വീടെ ഞാൻ സൗമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേ ഞാനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനാൻ. തദ്രൂപ സന്ദർശനാർത്ഥം തപോബലമദ്ദേവനൂനം ബലിതേ രഘുപദേ ആദ്യനായോരു ഭവന്തം നമസ്യാമി വേദിനെല്ലാരുമേ ഭവാൻ നിർണയം അന്തർബഹി സിദ്ധം സർവേ വദേഷ്വി സന്തമലക്ഷ്യമാദ്യന്തഹീനം പരം മായയാവനികാജ്ഞനായി വാണുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ അഞ്ചാനികളാൽ അറിഞ്ഞുകൂടാതെ വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്ക് ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യാമരൗകമർത്തിക്കയാൽ ഭൂമിയിൽ വന്നു തീർണേനാം നാഥനെ താമസിയായ ഞാനെന്തറിയുന്നതും സച്ചിന്മയം തപതത്വം ജഗത്രയേ കച്ചിൽ പുനരേഷറിയും സുഹൃതിനാം രൂപം തവേദം സദാ ബാധു മാനസേ താപസാസ്ഥിതം താപത്രയാവഹം നാരായണത്തവ ശ്രീപാദദർശനം ശ്രീരാമമോക്ഷൈക ദർശനം കേവലം ജന്മമരണഭീതാ നാമദർശനം സന്മാർഗദർശനം വേദാന്ത ദർശനം പുത്രകളത്രമിത്രാർത്ഥ വിഭൂതികളുണ്ടെത്രയും ദർപ്പിതനായൊരു മനുഷ്യർ രാമരാമേതി ജപിക്കയില്ലേതുമേ രാമനാമം
മേ ജപിക്കായി വരേണമേ. നിത്യം നിവൃത്ത ഗുണത്രയ മാർഗയായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമഃ. സ്വാത്മാഭിരാമമായ നിർഗുണമായ ത്രിഗുണാത്മനെ സീതാവിരാമായ തേ നമഃ. വേദാത്മകം കാമരൂപീണമീശാനമാദിമധ്യാദ വിവർച്ചിതം സർവത്ര മാനേ സമം ചരന്തം പുരുഷം പരം. നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവോ മർത്യവിടംബനം തേവതം ചഷ്ടിതം. ത്വന്മയാ പഹിതാത്മാക്കൾ കാണുന്നു ചിത്തെ നിരൂപിക്കലെന്താനറിവലും. ത്വന്മയാ പഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം. ജന്മവും കർത്തൃവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനസ്തരേ. ദേവതീരജ്ഞാനികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും. നിന്മഹാമായ വിടംബനം നിർണയം കൽമഷഹീനെ കരുണാനിധേ വിഭോ. മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ. ഭക്തരായോരു ജനങ്ങൾക്കു നിത്യവും തൊൽക്കഥാ പീയൂഷപാന സിദ്ധിക്കെന്നു ചൊല്ലിതു ചിലർ. മറ്റും ചിലരിഹ ചൊല്ലുന്നിതു ഭൂവി കോസല ഭൂപതി തന്നെ ഘോര ബലിസിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നത്. കൗസല്യയായാൽ പ്രാർത്ഥനമായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കുന്നതു ചിലർ. സ്രഷ്ടാവു താനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിജാരവംശമൊടുക്കുവാൻ. മർത്തനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു. ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂമാരനാശനത്തിനെ ചിലർ. ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു. ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോടും ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നതു ദിവ്യമുനി ജനമൊന്നും തിരിച്ചറിയാവതല്ലമേ. യാരൊത്തൻ തൊൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോട് കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണത്തെ കടന്നിടുവാൻ കാണാവനും നിൻപതേ പങ്കേരുഹം. ത്വന്മഹാമായ ഗുണവന്തനാകയാൽ ചിന്മയനായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണം അറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുമതു മഹം. ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം. സുഗ്രീവമുഖ്യ കവീകല സേവിതമഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമോ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലാവാച നമസ്കരിച്ചിടിനാൻ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു. സന്തുഷ്ടനായേഹം തവിഭക്തയാണ്ടേന്നു മാനസം കാക്ഷിച്ചതും ചൊല്ലുന്നു എന്നതു കേട്ടവളും പറഞ്ഞിടിനാൻ. ഇന്നു മമ കാംക്ഷിതമൊക്കവേ എത്ര കുത്രാവി വസിക്കിലും ത്വൽപാദ ഭക്തി കിളക്കുമുണ്ടാകാതിരിക്കണം. ത്വൽപാദ ഭക്ത വൃത്തേഷ്ട സംഘം പുനരുൾപൂവിലെപ്പോഴും ഉണ്ടാകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേകഥ സംഭവിച്ചിടായിക മാനസേ. രാമരാമേതി ജപിക്കായി വരേണമേ. രാമപാദേ രമിക്കേണമെൻ മാനസം. സീതാസുമിത്രാത്മജാന്വിതം രാഘവം പീതവസ്ത്രം കാപബാണാനതരം ചാരുമകുട കടകടിസൂത്രാഹാരമകരമണിയം കുണ്ടല നൂപുരമേമാങ്കാതി വിഭൂഷണ ശോഭിത രൂപം വസിക്കേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ടാം വരം വിഭോ പറ്റായിക ദുസ്സംഗമുള്ളൊരിക്കലും. ശ്രീരാമദേവനു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു. ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവി നീ പോകഭദ്രാശ്രമസ്ഥരെ. തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്താകളേപരം പഞ്ചഭൂതാത്മകം. ചേരുമെങ്കിൽ പരമാത്മേമിനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും. ശ്രുത്വാരകൂത്തമവാക്യം മൃതാ കത്വാ തദ്വൈവ ഭദ്രാശ്രമസ്ഥലേ. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണ പദം പ്രാപിച്ചമവ്യയം. മർക്കട സഞ്ജയം ദേവിയാരാഞ്ഞു വൃക്ഷേഷു വസിക്കും ദശാന്തരെ. എത്ര ദിവസം കഴിഞ്ഞതെന്നും ധരാപുത്രിയെങ്ങും കണ്ടു കിട്ടായികയും ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോടും ചൊല്ലിനാൽ. പാതാളം ഉൾക്കൊള്ളുന്നതു നരൻ നടന്നു നാം ഏതുമറിഞ്ഞീല. വാസരം പോയതും മാസമതീതമായി വന്നതു നിർണയം. ഭൂസുതയെ കണ്ടറിഞ്ഞതും നാം രാജനിയോഗം അനുഷ്ഠിക്കാതെ വൃഥാ രാജധാനിക്കു നാം ചെല്ലുകിലെന്നുമേ നിഗ്രഹിച്ചിടും അതിനില്ല സംശയം. സുഗ്രീവാശാസനം നിഷ്ഫലമായി വരാ
പിന്നെ വിശേഷിച്ചു ശത്രുതനയന്മായി എന്നെ വധിക്കുമതില്ലാരനന്തരം എന്നതി വന്നോരു സമ്മതം എന്തുള്ളതെന്നെ രക്ഷിച്ചു രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ ചെയ്കിൽ മാമക ജീവനം നക്ഷിക്കയില്ലവൻ മാതാവിനോട് സമാനയാകും നിജ പ്രാതാവു തന്നെ ഭാര്യയെ നിസ്ത്രഭം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ പാപി ദുരാത്മാവിനെ അരുതാത്തതും തൽപാദദേശേ ഗമിക്കുന്നതില്ലോ തന നിപ്പോളം ഇവിടെ മരിക്കുന്നതേയുള്ളൂ വല്ല പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുമെന്ന് ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചോടു ചൊല്ലിനാർ മിത്രഭാവത്തോടും സത്വരം ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങൾ അറികനി ഇന്നു നാം പോന്ന ഗുഹയിലകം പൂക്കു നന്നായി സുഖിച്ചു വസിക്കാം ഭയം ചിരം സർവ സൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപൂരം അത് ദേവലോകമം ആരാരുമില്ലാരു നാളും ഭയം സഖി താരയ പോകനാം വൈകരുതേതുമേ അങ്കദൻ തന്നോടി വിണ്ണം കവികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയഗോവിതൻ വാദാത്മനങ്കനെ തള്ളിപ്പറഞ്ഞിടിനാൻ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതന്ധകാരങ്ങൾ നിനായി വരുമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതനെന്നു തൻ മാനസേ സദാ പാരം വളർന്നോരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചീല ഞാനൊഴിഞ്ഞാരുമേ സൗമിത്രിയെ കാളതി പ്രിയൻ നീ തവ സാമർത്ഥ്യവും തിരുവുള്ളത്തിങ്കിലടോ പ്രേമത്തിനു തമിളയ്ക്കുണ്ടാവരോ ഹേമത്തിനും നിനക്കേ വരൂ ആകയാൽ ഭീതി ഭവാൻ ഒരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖി ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാവരും ബാകുലമാവിണ്ടതോർക്കുമേ നാഗാധിപാത്മജനാസ്കേ നന്ദനാ കേളിതം ഞാനും തവ ഹിതത്തിങ്കൽ പ്രസന്നജ്ഞാനികൾ വാക്കു കേട്ടതും ഭൂമിക്കല ഹാനിവരായകയിൽ ഗുഹയിൽ വസിക്കെന്നു വാനരൗകം പറഞ്ഞിലയോ ചൊല്ലു നീ രാഘവാസ്ത്രത്തിന് ഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലെന്നറിയ നീ അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമായുണ്ടായ ചമയേതുമേ ആപത്തു വന്നിടുന്നിടുകാലത്തു ശോഭിക്കയില്ല സഞ്ജന ഭാഷിതം ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടുള്ള വിപരീത ഭാവവും ദേവിജ്ജില കുലധർമ്മ വിദ്വേഷവും പൂർവ്വ ബന്ധുക്കളിൽ വച്ചോരു വൈരവും വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടമേ അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ള ഒരു വൃത്താന്തം അമ്പോടു ചൊല്ലുക കേൾക്കനി ശ്രീരാമദേവൻ മനുഷ്യനല്ലർക്കിടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായ സകല ജഗന്മായ മഹാകാരിണി സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ ശേഷൻ ജഗൽ സ്വരൂപൻ ഭുവി മാനുഷവേഷനായി വന്നു പിറന്ന യോധ്യയിൽ രക്ഷോഗണത്തെ ഒടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൻ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡഗോത്രലിത്താർത്ഥ പരായണൻ ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്തനായി വന്നിതവതരിച്ചിടിനാം മൃത്യവർഗം നാം പരിചരിച്ചിടുവൻ ഭർത്തൃനിയോഗേന വാനരവേഷമായ വൃത്തിയിൽ വന്നു പിറന്നതിരിക്കലും പണ്ടു നാം ഏറ്റവും തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിഹരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചിടുവാൻ വാണിയിടും വേകേണ്ടതുമില്ലെന്നറിയ നീ അങ്കദനോടി വണ്ണം പവനാത്മജം മംഗലവാക്കുകൾ ചൊല്ലിപ്പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പൂക്കുകാശി വിപുത്രയെ നോക്കി ദൂതം ദക്ഷിണവാരിധി തീരം മനോഹരം പൂക്കു മഹേന്ദ്രാചലഭദ്രം മുത ദുസ്തരമേറ്റമഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യമർക്കട സഞ്ജയം വൃത്രാരിപുത്രാജാദികളൊക്കെയും ധൃത്യരാസ്യായകുലം പോണ്ടിരുമാൻ ചിന്തിച്ചു മന്ത്രിജന്യോദ്യം എന്തിനി ചെയ്വതു സന്തതമോർക്കനാം ഗഹ്വരം പൂക്കു പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാസവും തണ്ടാരിമാതനിൽ കണ്ടീല നാം ദശ കണ്ഠനെയും കണ്ടു കിട്ടീല പുത്രജിൽ സുഗ്രീവനും തീഷ്ണു നണ്ടനത്രേ തുലോ നിഗ്രഹിച്ചിടുവേൻ നമ്മെ നിർണയം ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയാൽ നിത്യോപവാസേന മൃത്യുഭവിപ്പതു മുക്തിക്കു നല്ലു നമുക്കാ പാർത്തോളണമേ
നിത്തം നിരൂപിച്ചിറച്ചു കവികുലം ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർക്കുവാൻ. അപ്പോൾ മഹേന്ദ്രാദി ചലേന്ദ്ര ഗുഹാന്തരാൽ ഗൃദ്ധം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ള ഒരു ഗൃദ്ധപ്രവരനും പ്രതീതര പ്രവോ തുംഗരൂപനായി. ദൃഷ്ട്വാ പരക്കെ കിടകും കവികളെ ദൃഷ്ട്യാ പറഞ്ഞിതു ഗൃഹത്തുലാധിപൻ. പക്ഷമില്ലോതനെനിക്കു ദൈവം ബഹു ഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. പക്ഷമില്ലാതോരെനിക്കും ദൈവം ബഹു ഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. പക്ഷമില്ലാതൊരെനിക്കു ദൈവം ബഹു ഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. പൂർവം രാമം തപോവനാനിഗമനം അത്വാമൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിദാഹനം പഞ്ചാദ്രാവണ കുംഭകർണ നിധനം ഏതേതദ്യാത്മരാമായണം. മംഗളം രാമചന്ദ്രായ മഹനീയ ഗുണാംബുധേ രാമായ രാമചന്ദ്രായ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.